ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. ചൂടോട് കൂടിയായാലും തണുപ്പിച്ചിട്ടായാലും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വിശന്നിരിക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കായാലും പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. വെളുത്ത അവിലായാലും ബ്രൗൺ കളറുള്ള അവിലായാലും കുഴപ്പമില്ല. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കയ്യിലിട്ടാൽ ഒന്ന് പൊടിഞ്ഞ് വരുന്ന നന്നായിട്ട് മൊരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. ഒരുപാട് കളറ് മാറിപ്പോവേണ്ട, കൈയെടുക്കാതെ തന്നെ ഇളക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിലൊക്കെ നന്നായിട്ട് നല്ല മൊരിഞ്ഞ് നന്നായിട്ട് വറവായിട്ട് കിട്ടിയാൽ വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഒരു കപ്പിൽ 1/4 കപ്പ് പാലെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിന് പകരം കടലുണ്ടെങ്കിൽ കടല ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ റോസ്റ്റായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയുടെ ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ചാൽ മതിയാവും. ആ ഒരു സമയത്ത് തന്നെ അരിപ്പൊടിയും വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഒരുപാട് കുറുക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടത്. ഇതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി അഥവാ ഒന്ന് കുറുകി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താലും മതിയാവും. നന്നായിട്ട് തിളച്ച് വന്നാൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഈ ഒരു ലൂസിലാണ് ബാറ്റർ വേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അവിലും നട്ട്സൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യാം. പിന്നെ അവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ അതിൽ കുതിർന്നിട്ട് ഒന്നാകെ കട്ടിയായിട്ട് പോവും. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അവിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു ക്രിസ്പിയോട് കൂടി ഈ ഒരു പാലിലിട്ട് കഴിക്കുമ്പോഴാണ് ആ ഒരു അവിലിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.